സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ തിരുഹൃദയ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. രാഹുൽ തായുടെ നെറുകയിൽ ഉയർത്തിയ കുരിശിൽ തൻ്റെ ചങ്കും ചോരയും എനിക്കും നിനക്കും ആത്മാവിൻ്റെ ഭോജനമായി നൽകിയ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിന് തിരുനാളാണ് നാം ആഘോഷിക്കുക. തിരുഹൃദയം നമുക്ക് നൽകുന്ന പാഠം സ്നേഹമാണ്. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിൽ കവിഞ്ഞൊരു സ്നേഹമില്ല എന്ന് നമ്മോട് പറയുക മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ട് നമുക്കായി പകർന്നു നൽകിയവനാണ് ക്രിസ്തു. എന്താണ് സ്നേഹമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കുക അസാധ്യമാണ്. സ്നേഹം ഒരു അനുഭവമാണ്. സ്നേഹം ഹൃദയത്തിൻ്റെ ഭാഷയാണ്. സ്നേഹം പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്നു. ഈ അനുഭവം പ്രവൃത്തിയിലൂടെ പ്രകടമാകുന്ന ഈ സ്നേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് തന്നെ നമ്മൾ നോക്കണം. അനുദിന ബലിയിലൂടെ എനിക്കും നിനക്കും വേണ്ടി കീറി മുറിയുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയം, അതാണ് സ്നേഹം. ആ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവർ, മാനുഷ്യ സ്നേഹത്തോടെ നമുക്കത് കണ്ടെത്താൻ പറ്റത്തില്ല. മാനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ലവ് എന്ന് പറയുന്നത് ലവ് പ്ലസ് ലവ് ഈക്വൽ ടു ലവ് എന്നാണ് പറയുന്നത്. അതായത് സ്നേഹം അധികം സ്നേഹം ഈക്വൽ ടു സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ സ്നേഹിച്ചാൽ നീ എന്നെ സ്നേഹിക്കും, ഞാൻ നിന്നെ വെറുത്താൽ നീ എന്നെ വെറുക്കും, നീ എനിക്ക് ദ്രോഹം നൽകിയാൽ ഞാൻ നിന്നെ ദ്രോഹിക്കും. അത് മനുഷ്യൻ്റെ സ്നേഹമാണ്. എന്നാൽ ദൈവിക സ്നേഹം അങ്ങനെയല്ല. ലവ് പ്ലസ് ഹെയ്റ്റ് ഈക്വൽ ടു ലവ്. നീ ദ്രോഹിച്ചാലും, നീ എന്നെ തള്ളിപ്പറഞ്ഞാലും, ഒറ്റിക്കൊടുത്താലും, നീ എന്നെ കുരിശിലേറ്റിയാലും, നീ എൻ്റെ താടിരോമങ്ങൾ വലിച്ചു പറിച്ചാലും, ഭാരമേറിയ കുരിശിലേക്ക് നൽകിയാലും ഞാൻ നിന്നെ സ്നേഹിക്കും. ദാറ്റ് ഈസ് ഡിവൈൻ ലവ്. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ഹൃദയം എനിക്കും നിനക്കും വേണ്ടി പുറത്ത് വച്ചിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഹൃദയം നമുക്ക് കാണുക പുറത്താണ് എന്ന് പറഞ്ഞാൽ അതാണ് സീക്രട്ട് ലവ് എന്ന് പറയുന്നത്, പരിശുദ്ധമായ സ്നേഹം. ഒരു കളങ്കമില്ലാത്ത പരിശുദ്ധിയോടുകൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള സ്നേഹം. മനുഷ്യൻ്റെ സ്നേഹം അങ്ങനെയല്ല. മനുഷ്യൻ്റെ സ്നേഹം എന്ന് പറയുന്നത് സീക്രട്ട് ഹാർട്ടാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന സ്നേഹമാണ്. അത് നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല. അതിൻ്റെ കപടത എന്താണോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം സീക്രട്ട് ഹാർട്ട്, പരിശുദ്ധമായ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ സ്നേഹം അനുഭവിച്ചറിയുന്നവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. ഒരു രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകർക്കപ്പെട്ട ദേവാലയത്തിൽ തകർന്നുപോയ ക്രൂശിത രൂപത്തെ ഒട്ടിച്ചു ചേർത്ത് അതിനെ പഴയതുപോലെ ആക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് രണ്ട് കൈകൾ ഇല്ലാതെ നഷ്ടപ്പെട്ട രൂപമായിട്ട് മാറുകയാണ്. അവസാനം പുരോഹിതൻ പറയുകയാണ്, ആ കരങ്ങൾ എൻ്റെയും നിൻ്റെയും കരങ്ങളായിട്ട് മാറണമെന്ന്. യു ആർ ദ ഹാൻഡ്സ് ഓഫ് ജീസസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ക്രിസ്തുവിൻ്റെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ കരമായിട്ട്, ക്രിസ്തുവിൻ്റെ കണ്ണായിട്ട്, ക്രിസ്തുവിൻ്റെ അധരമായിട്ട്, ക്രിസ്തുവിൻ്റെ ചെവിയായിട്ട്, ക്രിസ്തുവിൻ്റെ പാദങ്ങളായിട്ട് ഞാൻ നിങ്ങൾ മാറുമ്പോഴാണ് തിരുഹൃദയത്തിന് അർത്ഥമുണ്ടാവുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും തിരുഹൃദയനാഥൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.